പ്രണയം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ടതാ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇവൻ കല്യാണം കഴിഞ്ഞിട്ട് പോലും പലരും പ്രണയത്തിലാകാറുണ്ട്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ബിജു, വാട്ട്സ് യുവർ ടേക്ക് ഓൺ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്? അത് ഓരോരുത്തരുടെ ഡിസിഷനാണ്. ആക്ച്വലി നമുക്ക് ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ആദ്യം അതിനെപ്പറ്റി ആലോചിക്കണം. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അങ്ങനൊരു അഫെയർ ഉണ്ടാവുന്നു, അതിനൊരു കാരണമുണ്ടാവും. അത് നമ്മളെ കൊണ്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ക്ലാരിഫൈ ചെയ്യുക. അല്ലാതെ ഉണ്ടാവുന്ന വെറും ഒരു ലസ്റ്റ് എന്ന രീതിയിൽ ഉണ്ടാവുന്നതിനെ പറ്റി എനിക്ക് കൂടുതൽ സംസാരിക്കാൻ തയ്യാറില്ല. വേണ്ട, നമുക്ക് വിവാഹത്തിനുള്ളിലെ റൊമാൻസിലേക്ക് വരാം. ഹു ഈസ് മോർ റൊമാൻറ്റിക്, ബിജു മേനൻ ഓർ സംയുക്ത? സംയുക്ത. അതെങ്ങനെ മനസ്സിലായിട്ടുള്ളേ? മനസ്സിലാവില്ല. അവരാണ് എല്ലാ കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. നമ്മൾ കൂടുതൽ ഓർക്കാറില്ല കാര്യങ്ങൾ. പക്ഷെ സംയുക്തയാണ് കൂടുതൽ റൊമാൻറ്റിക്. തീർച്ചയായിട്ടും. സംയുക്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയ അത് ഏത് പാട്ടായിരിക്കും? അവൾക്ക് കേട്ട് ബോറടിച്ചിട്ടുണ്ടാവും. ഞാൻ ചുമ്മാ വെറുതെ പാട്ട് പാടുന്ന ആളാണ്. സംയുക്തയ്ക്ക് മറ്റേ മറന്നിട്ടും എന്തിനോ എന്നുള്ള സോങ് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ അടുത്ത പാട്ട് സംയുക്തയ്ക്കായി. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ ബിജു മേനൻ. ബിജു മേഘമൽഹാർ എന്ന് പറയുന്ന സിനിമ. ബിജു, താങ്കൾ അഭിനയിച്ച റൊമാൻറ്റിക് മൂവീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് മേഘമൽഹാർ. ഇപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് സിനിമയിൽ അഭിനയിച്ച ഒരു റൊമാൻറ്റിക് നായകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മൂവി ഏതാ? ഫിലിമിൽ ഞാൻ പറ്റേ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ളൊരു ഫിലിം എന്ന് പറഞ്ഞാൽ മേഘമൽഹാർ തന്നെയാണ്. ആ ഒരു പ്രത്യേക ഒരു ഫീലുള്ള ഫിലിം തന്നെയാണ്. എന്നുവെച്ചാ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും, നമുക്കെല്ലാം കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല, ചില നഷ്ടങ്ങളുണ്ടാവും. ആ രീതിയിൽ ആ ഫിലിമിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു രണ്ടുപേരും എവിടെയോ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ അവരൊരു ഇഷ്ടം, പിന്നെ വളരെ മെച്യൂർഡ് ആനിമേഷൻ, രണ്ടുപേരും ഒരു മാരീഡ് ലൈഫ് കൊണ്ടുപോകുന്ന സമയത്ത് തിരിച്ചറിയുകയും പിന്നെ അത് വേണ്ടാന്ന് സ്വയം തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു മെച്യൂരിറ്റിയും എൻ്റെ ആ ഒരു ഡിസിഷൻ എന്നൊക്കെ പറയില്ലേ. പാരിയിൽ വളരെ വാല്യുബിൾ ആയിട്ടൊരു ലവ് സ്റ്റോറി ആയിരുന്നു മേഘമൽഹാർ. തീർച്ചയായും. പക്ഷെ എനിക്കറിയത്തില്ല ഇന്നത്തെ കാലത്ത് നമ്മളങ്ങനെ ഒരു പ്രണയം തിരിച്ചറിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കുമെന്ന്. പണ്ടത്തെ പോലെയല്ലല്ലോ, നമ്മളൊക്കെ കൂടുതൽ കോംപ്ലെക്സ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ കോംപ്ലെക്സ് അല്ല, ഒരു സിമ്പിൾ സോങ്, റൊമാൻറ്റിക് സോങ്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. ആളൊരു ലവർ ബോയ്, എന്താ പറയുക, ഒരു ചോക്ലേറ്റ് ബോയ് ഒന്നും ആയിരുന്നില്ല. എന്നാലും ഒരുപാട് പെൺകുട്ടികൾ ഇയാളുടെ പുറകെ ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് മനസ്സിലൊളിപ്പിച്ച ഒത്തിരി സുന്ദര കുട്ടികൾ ബിജുമേനന്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു ആൻഡ് ബിജുമേനൻ. ബിജു, ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് താങ്കളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആരാ? അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടോ? അങ്ങനെ പറയാൻ കുറെ കാത്തിരുന്നൊക്കെ കേട്ടിട്ടുണ്ട് ആൾക്കാർ. അല്ലാതെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ ഓർമ്മയിൽ അങ്ങനെയില്ല. ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ശരി, അങ്ങോട്ട് പോയി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇങ്ങോട്ട് പറഞ്ഞില്ല. അപ്പൊ ഈ സൂചനകളൊക്കെ എങ്ങനെ അറിയിച്ചിരിക്കുന്നത്? അത് മനസ്സിലാവൂലേ, നമുക്ക് പരസ്പരം കാണുമ്പോൾ തന്നെ ഒരാളുടെ എക്സ്പ്രഷനിൽ നിന്നൊക്കെ മനസ്സിലാവും. തീർച്ചയായിട്ടും. പ്രണയം ഒരിക്കലും നമ്മളിങ്ങനെ അലറിക്കൊണ്ടൊന്നും വരത്തില്ല. നമ്മുടെ കണ്ണുകളും നമ്മുടെ നോട്ടവും പ്രവൃത്തിയും എല്ലാം കണ്ടു കഴിയുമ്പോൾ മറ്റേയാൾക്ക് മനസ്സിലാവും ഇവിടെ എന്തോ ഉണ്ട്, ഒരു പ്രണയം പൊട്ടിമുളയ്ക്കുന്നു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ ഒരു പ്രണയമല്ല പൊട്ടിമുളയ്ക്കുന്ന ഒരു റൊമാൻറ്റിക് സോങ് ആണ് വെയിറ്റിംഗിൽ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM. യെസ്, നമ്മുടെ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ബിജു മേനൻ. ബിജു ഇപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റൊക്കെ അയക്കുന്നുണ്ടാവും, ഫോൺ ചെയ്യുന്നുണ്ടാവും. പണ്ട് ബിജു പ്രണയിച്ച സമയത്ത് ഈ സംവിധാനങ്ങളൊന്നും ഇത്രയില്ല. മൊബൈലും മെസ്സേജിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് പ്രണയത്തിന്റെ ഒരു സുഖമില്ലേ, അതൊന്ന് പറയൂ. അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിനൊരു സുഖമുണ്ട്. ഇപ്പം നമ്മൾ ആലോചിക്കുന്ന ദൈവം എങ്ങനെയാണ് നമ്മളന്ന് സംസാരിക്കുന്നത്. കാരണം അന്ന് അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. അതിപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് നമ്മളിപ്പോൾ രാത്രി 9 മണിയാകുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിലോ ഗസ്റ്റ് ഹൗസിലാണെങ്കിൽ നമ്മൾ റിസപ്ഷനിൽ ഒന്ന് കോൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആ ഒരു വെയിറ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പ്രണയത്തിലെ ഏറ്റവും വലിയ രസമുള്ളൊരു മൊമെന്റ് എന്ന് പറയില്ല. ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, അതിന് കോള് വരുന്നതിന് മുമ്പുള്ള ഒരു സൈലൻസ് ആണ് നല്ലൊരു പ്രണയം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതെ. പ്രണയിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ലവ് ബൈറ്റ്സ് കേട്ടോണ്ടിരിക്കുക. അവർക്കുള്ള ബിജു മേനന്റെ ഒരു ലവ് മെസ്സേജ് എന്താ? ഞാൻ മറ്റിപ്പോ നമ്മളൊക്കെ ഒരു മെസ്സേജ് പറയാന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരാണ്, ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാരാണ്. എന്നാലും ഞാൻ കുറച്ചും കൂടെ സിൻസിയറിറ്റിയും കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റിയും കുറച്ചും കൂടെ ഒരു
പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആരെയും വേദനിപ്പിക്കാത്ത നല്ല പ്രണയങ്ങളായിരിക്കാനാണ് പ്രാർത്ഥനയും ഇഷ്ടവും. താങ്ക് യു സോ മച്ച് ബിജു, ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തേന്. ആൻഡ് റീനു ആൻഡ് ബിജു മേനൻ ആർ സൈനിങ് ഓഫ് ഫ്രം ദി സ്റ്റുഡിയോസ് ഓഫ് ക്ലബ് FM ആൻഡ് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സ്റ്റേ ട്യൂൺഡ്.